ഹായ് വെൽക്കം ടു അഞ്ജലി ഫുഡ് കോർട്ട്. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചിക്കൻ പാർട്സ് ആയിട്ടാണ്. നമ്മൾ മുന്നേയും ഇതിൻ്റെ കുറച്ച് റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ ലിങ്ക് ഇതാ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, കണ്ടു നോക്കുക. അപ്പോൾ ഞാനിവിടെ 1 കിലോ ചിക്കൻ പാർട്സാണ് എടുത്തിരിക്കുന്നത്, അതായത് ലിവറും മാങ്ങയൊക്കെ കൂടിയിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ചെറുതാക്കി കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. ഇത് ഞാൻ ഇപ്പോൾ ചേർത്ത് കൊടുക്കുന്ന പൗഡർ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചില്ലി ചിക്കൻ മസാല ഉണ്ടല്ലോ, അതാണ്. അത് ഞാൻ 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുത്തു. മുളക് പൊടി 1 ടീസ്പൂണോളം ചേർത്ത് കൊടുത്തു. മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി മല്ലിപ്പൊടി ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം, പിന്നെ ഗരം മസാലപ്പൊടി ഇത്രയും ആക്കിയിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഇതുപോലെ അങ്ങോട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന പോലെ മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വെക്കണമെന്നൊന്നുമില്ല, വേഗം തന്നെ ഇത് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ ഈ ഒരു മിക്സിങ് വളരെ പ്രധാനപ്പെട്ടതാണ്, കാരണം എല്ലാ ഭാഗത്തേക്കും ഈ മസാല നന്നായിട്ട് പെരണ്ടിരിക്കണം കേട്ടോ. ഇനിതാ ഒരു പാൻ വെക്കുക. ഇത് ഞാനിപ്പോൾ ഉപയോഗിക്കുന്നില്ല, കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൽ വെച്ചാൽ അത്ര ടേസ്റ്റ് കിട്ടില്ല. നമ്മുടെ പഴയ ചീഞ്ചട്ടി എടുത്ത് വന്നിട്ടുണ്ട്, ഇതിലങ്ങോട്ട് പെരട്ടി വെച്ചാണ്ടല്ലോ ഒന്നൊന്നര ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ ഭംഗി പിടിച്ചില്ലെങ്കിലും ടേസ്റ്റ് കിടുക കേട്ടോ. അപ്പം ഞാൻ ചീഞ്ചട്ടി നന്നായി ചൂടായതിന് ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു. ഇനി നമ്മളുടെ ചിക്കൻ പാർട്സ് ഇതുപോലെ ഇട്ട് കൊടുക്കുക. റെസ്റ്റ് ചെയ്യാൻ വെക്കണമെങ്കിൽ വെക്കാം, ഇല്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് ഇനി അവിടെ കിടന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയി വരണം. ഒരു ഷാലോ ഫ്രൈ അല്ല, അതാ ഡീപ് ഫ്രൈയും അല്ല, അതിൻ്റെ നടുക്കിൽ നിന്നോട്ടെ. അപ്പോൾ ഒന്ന് മൂടി വെക്കുക. എന്നിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ കിടക്കട്ടെ. ആദ്യം ഹൈ ഫ്ലെയിമിൽ വെക്കുക, പിന്നെ മീഡിയം ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. അപ്പോൾ ഇതുപോലെ അങ്ങോട്ട് നന്നായിട്ട് മുരിഞ്ഞു വരാൻ തുടങ്ങും. ആ ഒരു പരിവാകുമ്പോൾ എന്ത് ചെയ്യണം, നടുക്കുന്ന ഒന്ന് അങ്ങോട്ട് മാറ്റി കൊടുക്കുക. എന്നിട്ട് അല്പം വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കുക. അധികം വേണ്ട കേട്ടോ, ഇതിലത്തെ വെളിച്ചെണ്ണ തന്നെ ഇറങ്ങി വരുന്നുണ്ട്. അപ്പോൾ ഇത്തിരി മതി. നമ്മളുടെ സവോളയും തക്കാളിയും ആ വക ഐറ്റംസ് ഇടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി 1 പിന്നെ സവോള 2 മീഡിയം സൈസ് ഉള്ളത്, പിന്നെ പച്ചമുളക് 2, ഇഞ്ചി ചെറിയ കഷ്ണം, വെളുത്തുള്ളി ഒരു 6-7 അല്ലിയോളം ചതച്ചത്. ഇത്രയാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ആ നടുക്കുന്ന് ഇങ്ങനെ മാറ്റി കൊടുക്കുക. ഇല്ലെങ്കിൽ നമ്മൾ ഈ ചിക്കൻ പാർട്സ് മൊത്തം മാറ്റിയതിന് ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്ന് എന്താ പറയുക വാട്ടിയെടുത്താലും മതി. ഇതാകുമ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ അതാ ഞാൻ 1 ടേബിൾ സ്പൂണോളം കൂടിയും വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് ആവാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇതിൽ പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല കേട്ടോ. നമ്മൾ ഓൾറെഡി മുന്നേ ഇതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് മാത്രം മതി. ഇനി നന്നായിട്ട് അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്ത് യോജിപ്പിച്ച് ഒന്നും മൂടി വയ്ക്കുക. വീണ്ടും ഒരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് മൂടി വെച്ചിട്ടുണ്ടെങ്കിൽ സവോള നന്നായിട്ടൊന്ന് സവോള തക്കാളി ആ വക ഐറ്റംസൊക്കെ നന്നായിട്ട് ഇതിൽ പിടിക്കുകയും ചെയ്യും, നന്നായിട്ട് വഴന്ന് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത്രേ വേണ്ടൂ. ഇളക്കുന്നതിലാണ് കാര്യം. ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക വെച്ചെങ്കിൽ അടി പിടിക്കും. അപ്പോൾ ഈ മസാലകളൊക്കെ ഇട്ട് വറുത്തതായതുകൊണ്ട് തന്നെ അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ശ്രദ്ധിച്ച് ഇടയ്ക്കിടയ്ക്ക് തുറന്ന് ഇളക്കി അടച്ച് വെക്കുക. അപ്പോൾ അതാ ഞാൻ അടച്ച് വെക്കുകയാണ്. അവിടെ ഇരിക്കട്ടെ ഒരു 10 മിനിറ്റ്. ഇടയിൽ ഇളക്കി കൊടുക്കണ്ട കേട്ടോ. ഞാൻ വീണ്ടും പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കമൻറ്റ് അടച്ചു വെച്ച് കരിഞ്ഞു പോയി എന്ന്. അപ്പോൾ അതുകൊണ്ടാണ്. ഇനി ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് നന്നായിട്ട് ഇത് നല്ല മുരിഞ്ഞ് വന്നതിന് ശേഷം തുറക്കുക. അല്പം കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക, ഒരു 1/4 ടീസ്പൂൺ. പിന്നെ നമ്മുടെ സ്വന്തം കറിവേപ്പില തന്നെ 1-2 തണ്ട് ഇട്ട് കൊടുക്കുക. എന്നിട്ട് വീണ്ടും ഇതുപോലെ അങ്ങോട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഇത്രയായിട്ട് നമുക്ക് വേണമെങ്കിൽ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് നല്ല മസാലയൊക്കെ പിടിച്ച് നല്ല അടിപൊളി ഫ്രൈ ആയിട്ട് കിട്ടിയിട്ടുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഗ്രേവി വേണമെന്നുണ്ടെങ്കിലോ, നമ്മൾ ഈ പരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രമില്ലേ, അതിലേക്ക് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഇതിലേക്ക് അങ്ങോട്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവശ്യത്തിനുള്ള ഗ്രേവി ആയിട്ട് കിട്ടും. ഇതിപ്പോൾ ഈ ഒരു പരുവം നന്നായിട്ട് ഡ്രൈ ഫ്രൈ ആയിട്ട് ഇങ്ങനെ എടുക്കാം. ഇതും നല്ല ടേസ്റ്റാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ച് ഗ്രേവി പരുവം വേണമെന്നുവെച്ചെങ്കിൽ നമ്മൾ പുരട്ടി വെച്ചിട്ടുണ്ടായിരുന്ന പാത്രം ഉണ്ടല്ലോ, അതിലേക്ക് വെള്ളം ഒഴിച്ചു. ഇതിലേക്ക് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി 2-3 വട്ടം ഇളക്കി ഒന്ന് അടച്ചു വെക്കുക, 2-3 മിനിറ്റ്. അപ്പോഴത്തേക്കും സംഭവം സെറ്റായിട്ട് കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നമ്മളെ പഴയ റെസിപ്പീസും അവിടെ കിടക്കുന്നുണ്ട് ചിക്കൻ പാർട്സിൻ്റെ. അപ്പോൾ ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്തിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെന്താ, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നല്ല നല്ല റെസിപ്പീസും വ്ളോഗും ഒക്കെ നമ്മുടെ ചാനലുണ്ട്. കാണാത്തവരുണ്ടെങ്കിൽ കണ്ടു നോക്കുക. ആദ്യമായിട്ട് കാണുന്നവരോടാണ് പറയുന്നത്, ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ശരി, പുതിയ റെസിപ്പി ആയിട്ട് വേഗം തന്നെ വരാം കേട്ടോ. ടാറ്റാ, താങ്ക് യു.